ഹലോ സ്റ്റുഡൻസ്, അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പോയം കേജ്ഡ് ബേർഡ് ആണ്. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് മായ ആഞ്ചലോ ആണ്. അപ്പോ നമുക്കിവിടെ പോം റീഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ കുറച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ട്, ഹാവ് യു എവർ ഫെൽറ്റ് കൺഫൈൻഡ് ഓർ റിസ്ട്രിക്റ്റഡ്? അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടോ പരിമിതിപ്പെടുത്തുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? വിത്ത് ലിറ്റിൽ ഓർ നോ ഫ്രീഡം ഓഫ് ചോയ്സ്, അതായത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇല്ലാതിരിക്കുക. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഹൗ വുഡ് ആൻ ആനിമൽ ഓർ ബേർഡ് ലൈക്ക് ടു ലീവ് ഇൻ എ കേജ്? എങ്ങനെയാണ്? നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു കാര്യം ഇഷ്ടമല്ല. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഫ്രീഡമാണ് വലുത്, നമ്മുടെ സ്വാതന്ത്ര്യമാണ് വലുത്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോകണം, നമ്മളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം, അല്ലെ? അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ആനിമലിനെയോ അല്ലെങ്കിൽ ഒരു ബേർഡിനെയോ അതിന്റെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഒരു കേജില് അല്ലെങ്കിൽ ഒരു കൂട്ടിലടയ്ക്കാനാവുക? ഈവൻ ഇഫ് ആ ഒരു കേജ് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ പോലും ആ ഒരു ബേർഡിനോ ആനിമലിനോ അവിടെ സന്തോഷം കിട്ടുമോ എന്നതാണ് ചോദ്യം. ഇവിടെ മായ ആഞ്ചലോയിന്റെ വ്യൂ, ഒരു കേജ്ഡ് ബേർഡ്, അതിന്റെ ലൈഫും അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേജ്ഡ് ബേർഡ് ബൈ മായ ആഞ്ചലോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. എ ഫ്രീ ബേർഡ് lives on the back of the wind and floats downstream till the current ends. അതായത് ഒരു ഫ്രീ ആയിട്ടുള്ള ബേർഡ്, സ്വാതന്ത്ര്യമുള്ള ഒരു ബേർഡ് ലീവ്സ് ഓൺ ദ ബാക്ക് ഓഫ് ദ വിൻഡ്. അതാ കാറ്റിന്റെ പിന്നിലൂടെ കുതിക്കുകയാണ് അവൻ. ആ കാറ്റിലൂടെ അവനും അവന്റെ ആ ഒരു സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നുണ്ട്. ആൻഡ് ഫ്ലോട്ട്സ് ഡൗൺ ദ സ്ട്രീം, അവൻ ഇഷ്ടമുള്ളപ്പോൾ ആ ഒരു ഒഴുക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക്, സ്ട്രീംസിലേക്ക്, അതിന്റെ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്കും അവൻ കുതിക്കുന്നു. ആൻഡ് ഡിപ്സ് ഹിസ് വിങ്, അവന്റെ ചിറകുകളെല്ലാം തന്നെ ആ വെള്ളച്ചാട്ടത്തിൽ നനയ്ക്കുന്നു. ഇൻ ദ ഓറഞ്ച് സൺറൈസ് ആൻഡ് ഡെയർസ് ടു ക്ലീം ദ സ്കൈ, അതായത് നല്ല ഓറഞ്ച് നിറമുള്ള സൂര്യകിരണങ്ങളാൽ അവന്റെ ചിറകുകൾ മുഴുവനും വെട്ടി തിളങ്ങുന്നത് പോലെ നമുക്ക് തോന്നുന്നു. അതായത് ആ ഒരു കിരണങ്ങളുടെ ശോഭയിൽ അവന്റെ ചിറകുകൾ ഇളക്കി നന്നായി പറക്കുകയാണ്. ആൻഡ് ഡെയർസ് ടു ക്ലെയിം ദ സ്കൈ, അതുപോലെ തന്നെ ആ കാണുന്ന ആകാശം അവന്റെ സ്വന്തമാണ്. അവിടെ അവനെ ഭരിക്കാനോ ഒന്നും തന്നെ ആരുമില്ല. അത് അവന്റെ സ്വന്തമാണെന്നുള്ളത് അവന്റെ കണ്ണുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. But a bird that stalks down his narrow cage can seldom see through his bars of rage. എന്നാൽ ഇതാ ഇപ്പോഴാ ഒരു പക്ഷി ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ദ ബേർഡ്സ് ദാറ്റ് സ്റ്റോക്ക് ഡൗൺ ഹിസ് നാരോ കേജ്, അതാ ആ വലിയ ആകാശത്തിൽ സ്വതന്ത്രനായി പറന്നുകൊണ്ടിരുന്ന ആ ഒരു പക്ഷി ഇതാ ഒരു ചെറിയ കൂട്ടിൽ അതാ പതുങ്ങി നിൽക്കുകയാണ്. ആ പക്ഷിക്ക് ആ ഒരു ചെറിയ ഇടുങ്ങിയ കൂടിൽ തന്റെ ചിറകുകൾ പോലും വിരിക്കാൻ അവന് ആകുന്നില്ല. ക്യാൻ സെൽഡം സീ ത്രൂ ഹിസ് ബാർസ് ഓഫ് റേജ്, ആ കമ്പികൾക്കിടയിലൂടെ അവൻ കോപത്താൽ, റേജ് എന്ന് പറഞ്ഞാൽ കോപത്താൽ നോക്കുകയാണ്. ഹിസ് വിങ്സ് ആർ ക്ലിപ്ഡ് ആൻഡ് ഹിസ് ഫീറ്റ് ആർ ടൈഡ്, അവിടെ അവന്റെ ചിറകുകൾ എല്ലാം തന്നെ കെട്ടപ്പെട്ടിരിക്കുന്നു. അതേപോലെ അവന്റെ കാലുകളും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സോ ഹി ഓപ്പൺ ഹിസ് ത്രോട്ട് ടു സിംഗ്, എങ്കിലും അവിടെ എല്ലാം തന്നെ അവനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ചിറകുകളായാലും കാലുകളായാലും അവന് സ്വതന്ത്രമായി ചലിക്കാനാകുന്നില്ല. പക്ഷെ അവിടെ ബന്ധിക്കാത്തത് അവന്റെ സൗണ്ട് മാത്രമാണ്. സോ ഹി ഓപ്പൺ ഹിസ് ത്രോട്ട് ടു സിംഗ്, അവൻ അതാ തന്റെ തൊണ്ട തുറന്ന് പാടാൻ തുടങ്ങുന്നു. അത് മാത്രമേ അവിടെ ആ ഒരു പക്ഷിക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതായത് ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു പക്ഷിക്ക് പാടുക എന്നതല്ല
അല്ലാതെ മറ്റൊന്നും അവിടെ അവന് ചെയ്യാനില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. ദി കേജ് ബേർഡ് സിങ്സ് വിത്ത് ഫിയർഫുൾ ത്രിൽ. ആ കൂട്ടിൽ അടയ്ക്കപ്പെട്ട പക്ഷി തന്റെ അജ്ഞാതമായ ഭയത്താൽ എന്തൊക്കെയോ അവൻ പാടുന്നുണ്ട്. അവിടെയും ഒരു വിറയ്ക്കുന്ന ശബ്ദത്താൽ അവൻ അവിടെയും പാടുന്നുണ്ട്. ഓഫ് തിങ്സ് അൺനോൺ ബട്ട് ലോങ്ഡ് ഫോർ സ്റ്റിൽ. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവൻ കൊതിയോടെയാണ് ആ ഒരു പാട്ട് പാടുന്നത്. ആ കൊതിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അത് സ്വാതന്ത്ര്യമാണ്. അവൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ലോങ്ഡ് ടു സ്റ്റിൽ, അതായത് അവൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം അവിടെ സ്വാതന്ത്ര്യമാണ്. ആൻഡ് ഹിസ് ട്യൂൺ ഈസ് ഹേർഡ് ഓൺ ഡിസ്റ്റന്റ് ഹിൽ. ആ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി പാടുന്ന ആ ഒരു ഗീതം ദൂരെയുള്ള മലകളിൽ അല്ലെങ്കിൽ കുന്നുകളിൽ വരെ അവന്റെ ആ ഒരു സംഗീതം കേൾക്കുന്നു. കാരണം അവൻ അവിടെ പാടുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ടാണ്. ഫോർ കേജ് ബേർഡ് സിങ്സ് ഓഫ് ഫ്രീഡം. അവിടെ ആ കൂട്ടിലടയ്ക്കപ്പെട്ട ആ ഒരു പക്ഷി അവിടെ പാടുന്നത് തന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. The bird thinks of another breeze and trades winds soft through the sighing trees. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൂട്ടിലടയ്ക്കപ്പെട്ട ആ ഒരു പക്ഷിയെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഇതാ വീണ്ടും നമ്മൾ സ്വതന്ത്രമായി പറക്കുന്ന ഒരു പക്ഷിയെ കുറിച്ചിട്ടാണ് വീണ്ടും ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് ഫ്രീ ബേർഡ് തിങ്സ് ഓഫ് അനദർ ബ്രീസ്. അതായത് സ്വതന്ത്രനായ ഒരു പക്ഷി മറ്റൊരു കാറ്റിനെ കുറിച്ചിട്ടാണ് ഇനിയും അവന്റെ തോട്ട് അല്ലെങ്കിൽ ആലോചന. ആൻഡ് ദ ട്രേഡ് വിൻസ് സോഫ്റ്റ് ത്രൂ ദ സൈയിങ് ട്രീസ്. അതേപോലെ തന്നെ മരങ്ങളിലൂടെ മൃദുവായി ചലിക്കുന്ന കാറ്റിനെ കുറിച്ചും അവൻ ആലോചിക്കുന്നു. ആൻഡ് ദ ഫാറ്റ് വർംസ് വെയിറ്റിംഗ് ഓൺ ദ ഡോൺ ബ്രൈറ്റ് ലോൺ. അതേപോലെ പുൽത്തകിടിയിൽ കാത്തിരിക്കുന്ന കൊഴുത്ത പുഴുക്കളെ കുറിച്ചും ആണ് അവന്റെ ചിന്ത. ബ്രൈറ്റ് ലോൺ എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ പുൽത്തകിടിയാണ്. ആൻഡ് ഹി നെയിംസ് ദ സ്കൈ ഹിസ് ഓൺ. അതേപോലെ തന്നെ അവൻ ആകാശത്തിന് അവന്റെ തന്നെ പേരിടുന്നു. കാരണം അവിടെ ആകാശത്താണ് അവൻ ഏറ്റവും സ്വതന്ത്രനായി പറക്കുന്നത്. അവിടെ അവനെ തടയാൻ മറ്റാരുമില്ല എന്നുള്ള ഒരു കാര്യം അവന് തീർച്ചയായും അറിയാം. ബട്ട് എ കേജ്ഡ് ബേർഡ് സ്റ്റാൻഡ്സ് ഓൺ ദ ഗ്രേവ് ഓഫ് ഡ്രീംസ്. ഇപ്പോഴിതാ വീണ്ടും ഇവിടെ കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു പക്ഷിയുടെ കാര്യമാണ് വീണ്ടും പറയുന്നത്. അതായത് എ കേജ്ഡ് ബേർഡ്, അതായത് ഒരു കേജ്ഡ് ബേർഡ്, അതായത് ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിക്ക് അവന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ ഒരു കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുന്നത് പോലെയാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. ഹിസ് ഷാഡോ ഷൗട്ട് ഓൺ ദ നൈറ്റ്മെയർ സ്ക്രീം. അവന്റെ നിഴൽ പോലും നിലവിളിക്കുന്നു. എന്തിനാണ്? അവന്റെ നൈറ്റ് മെയർ സ്ക്രീം, അവന്റെ രാത്രിയിലുള്ള സ്വപ്നങ്ങളിൽ, അതായത് സ്വപ്നങ്ങളിൽ അവന്റെ നിഴൽ പോലും നിലവിളിക്കുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു പേടി സ്വപ്നം പോലെയാണ് അവന്റെ സ്വപ്നങ്ങൾ എന്നത് തന്നെയാണ് ഇവിടെ വീണ്ടും നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഹിസ് വിങ്സ് ആർ ക്ലിപ്ഡ് ആൻഡ് ഫീറ്റ് ആർ ടൈഡ്. അവന്റെ ചിറകുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അതേപോലെ കാലുകളും കെട്ടപ്പെട്ടിരിക്കുന്നു. സോ ഹി ഓപ്പൺ ഹിസ് ത്രോട്ട് ടു സിംഗ്. അവിടെ അവന് പാടാനായിട്ട് അവന്റെ തൊണ്ട അല്ലെങ്കിൽ ത്രോട്ട് മാത്രമേ ഉള്ളൂ അവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ആ ഒരു ശബ്ദം ഉണ്ടാക്കാൻ മാത്രമേ അവിടെ അവന് കഴിയുന്നുള്ളൂ. ദ കേസ്, വീണ്ടും ആ പോം ഒന്നും കൂടി പറയുന്നുണ്ട്. ദ കേസ് ബേർഡ് സിങ്സ് വിത്ത് എ ഫിയർഫുൾ ത്രിൽ. അതാ കൂട്ടിലടയ്ക്കപ്പെട്ട കിളി തന്റെ ഫിയർഫുൾ ആയിട്ടുള്ള ആ ഒരു സൗണ്ട് ഉപയോഗിച്ചിട്ട് അവൻ ശബ്ദമുണ്ടാക്കുന്നു. ഓഫ് ദ തിങ്സ് അൺനോൺ ബട്ട് ലോങ് ഫോർ സ്റ്റിൽ. എന്താണ് അവൻ ഇനിയും വരാൻ പോകുന്നത് എന്നത് അവൻ അറിയില്ല, എങ്കിലും അവൻ എന്തെല്ലാമോ പ്രതീക്ഷിച്ച് അവൻ ഇതാ വീണ്ടും പാടുന്നു. ആൻഡ് ഹിസ് ട്യൂൺ ഈസ് ഹേർഡ് ഓൺ ദ ഡിസ്റ്റന്റ് ഹിൽ. അവന്റെ ആ ഒരു ഗീതം നമുക്ക് ദൂരെയുള്ള ഒരു
കുന്നുകളിൽ പോലും കേൾക്കാം. ഫോർ ദ കേജ് ബേർഡ് സിങ്സ് ഓഫ് ഫ്രീഡം. അവിടെ അതാ വീണ്ടും ആ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി തന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പാടുന്നത്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മായ ആഞ്ചലോനെ കുറിച്ചിട്ടാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് മായ ആഞ്ചലോ നമുക്ക് 2 വിധത്തിലുള്ള ലൈഫാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അതായത് സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു ജീവിതവും തീർത്തും ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട 2 ജീവിതങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് നമുക്ക് അറിയാം 1950 മുതൽ 75 വരെയൊക്കെ ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഈ ഒരു പോയവും എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് തീർച്ചയായും ആഫ്രിക്കൻ വംശജർക്കായിട്ട് എഴുതിയിരിക്കുന്ന ഒരു അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു സമയത്ത് എഴുതിയിരിക്കുന്ന ഒരു പോമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് മായ ആഞ്ചലോ വാസ് അക്ലെയിംഡ് ആസ് എ പോയറ്റ് ആൻഡ് മെമ്മറിസ്റ്റ് ആൻഡ് സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ഹു പ്രൊഫൗണ്ട്ലി ഇൻഫ്ലുവൻസ്ഡ് അമേരിക്കൻ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. അതായത് മായ ആഞ്ചലോ ഒരു അമേരിക്കൻ സാഹിത്യകാരിയും സംസ്കാരത്തെയും ആഴത്തെയും സ്വാധീനിച്ച പ്രശസ്തിയായ ഒരു അമേരിക്കൻ കവയിത്രിയും ഓർമ്മക്കുറിപ്പ് രചയിതാവും പൗരാവകാശ പ്രവർത്തകയുമായിരുന്നു. അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കായിട്ടുള്ള ഐ നോ വൈ ദ കേജ് ബേർഡ് സിങ്സ് എന്നുള്ള ആ ഒരു കൃതിയിലൂടെയാണ് ആഞ്ചലോ കൂടുതലും അറിയപ്പെടുന്നത്. ആഞ്ചലോയുടെ എഴുത്ത് എന്ന് പറയുന്നത് അവരുടെ സ്വത്വം, വംശീയത, പ്രതിരോധശേഷി എന്നീ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ്. അവരുടെ കൃതികൾ അവയുടെ സത്യസന്ധതയ്ക്കും വൈകാരിക ആഴത്തിനും വേണ്ടി ആഘോഷിക്കപ്പെടുന്നു. അവ ലോകത്തെ പ്രചോദിപ്പിക്കുന്നു. സാഹിത്യ നേട്ടങ്ങൾക്ക് പുറമെ സമത്വത്തിനും മനുഷ്യാന്തസ്സിനും വേണ്ടി വാദിക്കുന്ന ഒരു ശക്തിയായ വ്യക്തിയായിരുന്നു ആഞ്ചലോ. 2011 പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡത്തിന് അർഹയായ ഒരു വ്യക്തിയാണ് മായ ആഞ്ചലോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.